ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ നമുക്ക് ഇന്ന് എളുപ്പത്തിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്ന, കൂടാതെ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന പാൽപ്പായസം അല്ലെങ്കിൽ സേമിയ പായസം നമുക്ക് റെഡിയാക്കാം. 5 മിനിറ്റ് കൊണ്ടൊന്നും റെഡിയാക്കാമെന്ന് ഞാൻ പറയുന്നില്ല. മാക്സിമം പോയാൽ ഒരു 15 മിനിറ്റ്, അതിൽ കൂടുതലൊന്നും ആവശ്യം വരില്ല കേട്ടോ ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ നട്ട്സൊക്കെ ഒന്ന് നെയ്യ് ഒഴിച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. രണ്ടും കൂടെ ഒരുമിച്ചിട്ട് ഇടുന്നതുകൊണ്ട് പെട്ടെന്ന് റൈസിൻസൊക്കെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് ശ്രദ്ധിച്ചെടുത്ത് മാറ്റണം. അതിനുശേഷം നമുക്ക് പീസായിട്ട് നുറുക്കിയത് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് വാങ്ങിച്ചതിന് ശേഷം പീസാക്കി എടുക്കാവുന്നതാണ്. ഈ സേമിയ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതൊന്ന് ജസ്റ്റ് ഇളക്കി കരിഞ്ഞു പോകാൻ പാടില്ല. ഒരുപാട് ഫ്ലെയിം ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ജസ്റ്റ് ഒന്ന് റെഡ് കളറൊന്നും ആവാൻ നിൽക്കണ്ട. അതിന് മുമ്പേ നമുക്ക് കോരി മാറ്റി വെക്കാം. പിന്നെ ഈ കൂട്ടത്തിൽ തന്നെ ഇതൊക്കെ റെഡിയാക്കുന്ന കൂട്ടത്തിൽ അടുത്ത ബർണറിൽ തന്നെ ഞാൻ നമ്മുടെ സാഗോ അല്ലെങ്കിൽ ചൗവരി വേകാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതവിടെ ഇരുന്നോട്ടെ. അത് വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഇപ്പുറത്തെ ബർണറിൽ ബാക്കിയുള്ള ഐറ്റംസൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ രണ്ടും ഒരേ സമയത്ത് തന്നെ നടക്കും. ഞാൻ 2 കവർ പാലാണ് എടുത്തിട്ടുള്ളത്. 2 കവർ പാലിന് ഞാനൊരു 2 ഗ്ലാസ് വെള്ളം, ഒരു കപ്പ്, നമ്മുടെ ഒരു കപ്പ് കണക്കില്ലേ, ആ ഒരു കപ്പിന് 2 കപ്പ് വെള്ളം നിറയെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സേമിയ അത് ചേർത്ത് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ മെയിൻ പണി എന്ന് പറയുന്നത്. ഇനി എല്ലാം സിമ്പിളാണ്. അപ്പോൾ ഇത് ചേർത്ത് നന്നായിട്ട് അടി പിടിക്കാത്ത രീതിയിൽ, പാല് തിളച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരുമാതിരി അടിയിൽ കരിഞ്ഞ് പിടിക്കാൻ തുടങ്ങും. പ്രത്യേകിച്ച് സ്റ്റീൽ പാത്രമൊക്കെ ആണെങ്കിൽ അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ ഇതിൽ നിന്നൊക്കെ നുള്ളിപ്പറക്കി കഴിക്കാൻ വരുന്ന കട്ടുറുമ്പുകൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടല്ലേ, നമ്മൾ കൊച്ചു കുട്ടിപ്പട്ടാളം, അവർക്കും ഇതിൽ നുള്ളിപ്പറക്കലൊക്കെ ഉണ്ട്. ഈ പായസം അതുപോലുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേനും ഇങ്ങനെയുള്ള കുട്ടി വികൃതികളൊക്കെ ഒരുപാട് നടക്കാറുണ്ടല്ലേ നമ്മളെ വീട്ടിലെ. കൂട്ടത്തിൽ നമ്മൾ മധുരത്തിന് ആവശ്യമായി ഞാൻ വളരെ കുറച്ച് ചേർക്കുന്നുള്ളൂ. ഒരു കപ്പ് എമൗണ്ട് കൂടുന്നതിനനുസരിച്ച് മധുരപ്രിയരാണെങ്കിലും കൂടുതൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചവ്വരി വേവിച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് തിള വരണ്ട, അതിന് മുമ്പേ നമുക്ക് ഫ്ലേവറിന് ആവശ്യമായ ഏലക്കയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതിൽ പ്രത്യേകിച്ചൊന്നും ചേർക്കാനൊന്നുമില്ല. ഇപ്പം തന്നെ സംഭവം ഒന്ന് കുറുക്കിയെടുത്താൽ നമ്മുടെ അടിപൊളി സേമിയ പായസം ഇവിടെ റെഡിയായി കിട്ടും. വേണമെന്നുള്ളവർക്ക് മാത്രം കുറച്ച് നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. മിൽക്ക് മെയ്ഡൊക്കെ ചേർത്ത് എടുത്തു കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് നേരത്തെ കുറച്ച് നമ്മുടെ മധുരം ചേർത്തത്. കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പെട്ടെന്ന് കരിഞ്ഞു പിടിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ മാറിപ്പോകും. വളരെ പെട്ടെന്ന് അതിഥികളൊക്കെ വന്നാലും വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്ന ഒരു പായസമാണ്. ഓണം പ്രമാണിച്ച് നമുക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ഐറ്റമാണ്. ഓണം മാത്രമല്ല, നമ്മുടെ വയനാടിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഓണാഘോഷങ്ങളെല്ലാം മതിയാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ സൂചിപ്പിക്കുന്നില്ല. നമുക്ക് പെട്ടെന്ന് വീട്ടിൽ കുടിക്കാനൊക്കെ ഇഷ്ടം തോന്നുന്ന സമയത്തൊക്കെ നമുക്ക് റെഡിയാക്കി നോക്കാവുന്ന ഒരു ഐറ്റമാണ്. പിന്നെ നമുക്കിത് ലാസ്റ്റ് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ചേർത്ത് നമ്മുടെ അടിപൊളി സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് വേണ്ട, 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചെടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ചൂടോടെ സെർവ് ചെയ്യാം. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്ന് അറിയാമോ? ഇതിങ്ങനെ ചൂടൊക്കെ ആറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യേണ്ട, ഇച്ചിരി ഒന്ന് തണുപ്പോടുകൂടി കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് സേമിയ പായസം കുടിക്കാം? പിന്നെ ബോളി നല്ലൊരു കോമ്പിനേഷനാണ് തിരുവനന്തപുരംകാരുടെ. നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.